രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിച്ച ഡ്രൈവറെ കൂടാതെ ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തതായുള്ള വിവരങ്ങൾ വരുന്നു. ഇയാളെയും ചോദ്യം ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലുണ്ട്. രാഹുലിന്റെ ഡ്രൈവർ, ഒപ്പം മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. 2 പേരിൽ നിന്നും എവിടെയാണ് എന്നതിന്റെ സൂചനകൾ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. രാഹുലിനെ ബാംഗ്ലൂർ സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. ആരാണ്? ചോദ്യം ചെയ്യൽ നടക്കുകയാണോ? ആരാണ് സംബന്ധിച്ച റിപ്പോർട്ട് സ്ഥിരീകരണം നമുക്കായിട്ടില്ല. എന്തായാലും രാഹുലിനെ സഹായിച്ചിട്ടുള്ള ആളാണ് തന്നെ. സിജോയിലേക്ക് വരാം. രാഹുലിനെ സഹായിച്ച ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുലിനെ പല സ്ഥലത്തും ഒളിവിൽ നിൽക്കാൻ സഹായിച്ചു എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. രാഹുലിന്റെ ഡ്രൈവർ ആദ്യം കസ്റ്റഡിയിലാവുന്നു. ഇപ്പോൾ മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിജോ വീണ്ടും ചേരുന്നു. സിജോ, തുടർന്നോളൂ. ബംഗളൂരിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാഹുലിനെ ഇയാൾ സഹായിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് സഹായിച്ചത് എന്ന് സംബന്ധിച്ച് നമുക്കിപ്പോൾ വിവരം ലഭ്യമല്ല. എന്തായാലും വരും സമയങ്ങളിൽ അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുൽ ഒളിവിൽ പോകുന്നതിന് ഇയാൾക്ക് പോകുന്നതിന് ഇയാൾ സഹായം ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ചും നേരത്തെ ഒരു ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ ഡ്രൈവറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കൂടി കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ പേര് വിവരങ്ങൾ അറിയില്ല. ഏത് തരത്തിലാണ് സഹായിച്ചിട്ടുള്ളത് സംബന്ധിച്ച വിവരം കൂടി ലഭിക്കാനുണ്ട്. എന്തായാലും ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കർണാടകയിലുണ്ട് എന്നുള്ള സംബന്ധിച്ച സൂചനകളും സ്ഥിരീകരിക്കുന്ന ചില തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ വിധി വരാനാണ് സാധ്യത. വിധി വരുന്ന സാഹചര്യത്തിൽ അത് തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനും വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നത്. ശരി സിജോ.